മറ്റു വാർത്തകൾ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലും UR പ്രദീപും ഇന്ന് MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്യും. 12 മണിക്ക് നിയമസഭയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. വിവരങ്ങൾ സൂര്യഗായത്രി നൽകും. സൂര്യ, കടുത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലും UR പ്രദീപും നിയമസഭയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. സ്വാഭാവികമായിട്ടും പ്രവർത്തകരുടെ ഒരു സ്വീകരണം ഉണ്ടാകും. UR പ്രദീപ് അവരുടെ ജന്മനാട്ടിൽ ആഴത്തിൽ വേരുകളുള്ള വ്യക്തിയാണ്. ജന്മനാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയിട്ടുണ്ടാകും. എങ്ങനെയൊക്കെയാണ് ചടങ്ങുകളുടെ ക്രമീകരണങ്ങൾ? തീർച്ചയായിട്ടും നിരവധി രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിയ ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞുപോയത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ്, അത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്ന സമയം മുതൽ സരിന്റെ ഉൾപ്പെടെയുള്ള പാർട്ടി മാറ്റം മുതൽ ഈ ട്രോളി ബാഗ് വരെയുള്ള എല്ലാ തരത്തിലുള്ള ചർച്ചകളും വലിയ രീതിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമായ മണ്ഡലം തന്നെയായിരുന്നു പാലക്കാട് എന്ന് പറയുന്നത്. അതിന് ശേഷം ഇപ്പോൾ പാലക്കാട് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ചേലക്കര MLA ആയി വിജയിച്ച UR പ്രദീപും ഇന്ന് MLA-മാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 12 മണിക്ക് നിയമസഭയിൽ വെച്ചാണ് ചടങ്ങ് നടക്കുക. സ്പീക്കർ AN ഷംസീറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ 10 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിന് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് പ്രവർത്തകർ സ്വീകരണം നൽകുന്നുണ്ട്. അതിനുശേഷമാണ് സത്യപ്രതിജ്ഞ ചടങ്ങിന് പോകുന്നത്. അതിനുശേഷം 1 മണിയോടുകൂടി DCCയിലും ഒരു സ്വീകരണ ചടങ്ങ് രാഹുൽ മാങ്കൂട്ടത്തിനായിട്ട് ഒരുക്കുന്നുണ്ട്. അതിനുശേഷം വൈകിട്ട് രാഹുലിന് ജന്മനാട്ടിൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ MLA, PK ഫിറോസ് അടക്കമുള്ളവർ, PC വിഷ്ണുനാഥ് MLA അടക്കമുള്ളവർ ജന്മനാട്ടിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ UR പ്രദീപും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയിട്ട് ചേരുകയാണ്. UR പ്രദീപിനും അത്തരത്തിൽ പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നൊരു സ്വീകരണ പരിപാടികളൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2 പുതിയ MLA-മാരെ കൂടി ലഭിക്കുന്നു. ഇന്നവർ ഔദ്യോഗികമായിട്ട് MLA പദവി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം ഇന്ന് ആദ്യമായിട്ട് KPCC ആസ്ഥാനത്ത് എത്തുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന് മുമ്പായിട്ട് സന്ദീപ് വാര്യർക്ക് സ്വീകരണം നൽകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്. 8 മണിയോടുകൂടി BJP-യുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വെച്ചാണ് സന്ദീപ് വാര്യർക്ക് ഈ സ്വീകരണം നൽകുന്ന പരിപാടികൾ കോൺഗ്രസ് പ്രവർത്തകർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആകുന്നു. അതിനോടൊപ്പം തന്നെ BJP വിട്ട് തങ്ങളുടെ തട്ടകത്തിലെത്തിയ സന്ദീപ് വാര്യർക്ക് സ്വീകരണം നൽകുന്നു. 2 പ്രധാനപ്പെട്ട പരിപാടികളാണ് ഇന്നിപ്പോൾ തലസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത് എന്നുള്ളതാണ്. 2 പേർക്കും സ്വീകരണം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നത്. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്ന് 12 മണിക്ക് നിയമസഭ വെച്ചാണ് നടക്കുന്നത്. മറ്റ് നേതാക്കളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും LDF-ന്റെ ഭാഗത്തുനിന്നുമുള്ള മറ്റ് മുതിർന്ന നേതാക്കളടക്കം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്.